Hello guys, welcome back to my channel. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം എന്തെങ്കിലും ഒറ്റൊരു സാധനം ഉണ്ടാക്കുവാണെങ്കിൽ അതല്ലേ എളുപ്പം. അപ്പം ഞാൻ ഓർത്തു നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കണം. പെട്ടെന്ന് ഒരു കുക്കർ ബിരിയാണി. പിന്നെ ഈ ചോറ് കറി എന്നൊക്കെ പറഞ്ഞങ്ങ് വെക്കണ്ടല്ലോ. ഒറ്റ ഇതിൽ ഉച്ചക്കത്തേക്കുള്ളൊരു ഭക്ഷണം. നല്ല വെയിൽ, ഇത്രയോ ദിവസം കൂടിയാണ് നല്ലൊരു വെയിൽ കിട്ടുന്നത്. ഇന്നലെയൊക്കെ നല്ല പെരും മഴയായിരുന്നു, ഇന്ന് നല്ല വെയിൽ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ചുമ്മാ വെയിൽ കായാൻ ഓർത്തു. ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതി. അമ്മ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് കുക്കർ ബിരിയാണിക്ക് മാറ്റി വെച്ചു. കുറച്ച് ബോൺലെസ് എടുത്ത് വേറൊരു ഇതിന് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് കറി വെച്ചു. അപ്പോൾ അത്രയാണ് ആ ഒരു ചിക്കനും കൊണ്ട് ഇപ്പോൾ നടന്നത്. പിന്നെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. അന്നേരം നമുക്ക് വീഡിയോ കാണാം. കുക്കർ ബിരിയാണിയും സിമ്പിളാണ്, ഒന്നുമില്ല, പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി. ഫസ്റ്റ് തന്നെ നമുക്ക് കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് മൂത്ത് വരും. ഉള്ളി നല്ലതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ മസാലയൊക്കെ എല്ലായിടത്തോട്ട് എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് മസാല എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് തൈരും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. ഉഡായിപ്പ് ബിരിയാണി അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി നല്ലപോലെ കഴുകി വെച്ചതാണ്. അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഓഫ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ പ്രഷറിലിരുന്ന് അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചിക്കനും വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസും കറക്റ്റ് വേവായിട്ടുണ്ട്. ചൂടോടെ തന്നെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇച്ചിരി കഴിച്ച് നോക്കി. കറക്റ്റാണല്ല. അതുപോലെ തന്നെ ചിക്കനും നല്ല ചൂടാണ്. ഒരു പീസ് എടുത്ത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മടിയൻ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.